കോഴിക്കോട് നിന്നൊരു പ്രധാന വാർത്തയുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വൈകുന്നു. അബുദാബി, മസ്കറ്റ് വിമാനങ്ങളാണ് വൈകുന്നത്. കനത്ത മഴ മൂലം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ കരിപ്പൂരിലെ? ഷമ്മി, ഇന്നലെ രാത്രി കനത്ത മഴ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. കൊണ്ടോട്ടി മേഖലയിൽ രാവിലെ വരെ മഴ തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ട വിമാനങ്ങളാണ് ഇപ്പോഴും വൈകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി, മസ്കറ്റ് വിമാനങ്ങളാണ് വൈകുന്നത്. കനത്ത മഴ മൂലം ഇവിടെ ഇറങ്ങേണ്ട ചില വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ദോഹ കരിപ്പൂർ വിമാനം മംഗലാപുരത്ത് ഇറക്കിയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ ഈ രണ്ട് വിമാനങ്ങളും പുറപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 7 മണിക്ക് ശേഷം കാര്യമായി മഴ പെയ്തിട്ടില്ല. അതേസമയം വലിയ ജാഗ്രതയുടെ ഭാഗം കൂടിയാണ് ഇപ്പോൾ കരിപ്പൂരിൽ വിമാനങ്ങൾ ഇറക്കാതിരിക്കുന്നതും ടേക്ക് ഓഫും ഇപ്പോൾ വൈകാനുള്ള ഒരു സാഹചര്യം. സ്വാലിഹ്, എയർ ഇന്ത്യ വിമാനത്താവള അധികൃതരോ ഒക്കെ ഇത് സംബന്ധിച്ച് ഉള്ള എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? എപ്പോഴേക്ക് സാധാരണ നില പുനഃസ്ഥാപിക്കാൻ കഴിയും, വിമാനങ്ങൾക്ക് പുറപ്പെടാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ടോ? ഷമ്മി, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാന രീതിയിൽ രാവിലെ ഈ മഴ ഉണ്ടെങ്കിൽ, നമുക്കറിയാം കഴിഞ്ഞ ഒരു അപകടം നടന്നതിന് ശേഷം മഴയുണ്ടെങ്കിൽ പൊതുവെ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം കരിപ്പൂരിലുണ്ട്. ഇന്നലെയും അതിനു മുൻപുമെല്ലാം രാവിലെ മഴ കാരണം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ പുറപ്പെടേണ്ട വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 11 മണിയോടെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് എയർപോർട്ട് അധികൃതർ നൽകുന്ന വിവരം. ഇന്ന് രാവിലെ 7 മണി കഴിഞ്ഞ് കാര്യമായി മഴ ലഭിക്കാത്തത് കൊണ്ടും റൺവേയിലെ വെള്ളമൊക്കെ ഒഴുകിപ്പോയാൽ ഉടനെ ഇത്തരത്തിൽ വിമാനങ്ങൾ ഇറങ്ങിത്തുടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നു എന്നുള്ള വാർത്തയാണ് സ്വാലിഹ് നൽകുന്നത്.